മലയാളികൾക്ക് ഇന്ന് ഉത്രാട ദിനം. അപ്പൊ ഈ ഐശ്വര്യപൂർണമായ ഈ ദിവസത്തിൽ നമ്മുടെ ഗസ്റ്റ് ആരാണെന്നല്ലേ നിങ്ങൾ അത്ഭുതപ്പെട്ട നോക്കിയിരിക്കുന്നത്? മറ്റാരുമല്ല, ജനപ്രിയനായ നമ്മുടെ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേരയും ഡോക്ടർ പമ്പയുമാണ് നമ്മുടെ ഗസ്റ്റുകൾ. അപ്പം ആദ്യമേ തന്നെ അലൻ ജോസിനോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയ്ക്കും എങ്ങനെയാണ് പെട്ടെന്ന് ആരാധന പിടിച്ചു പറ്റി ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് കടന്നു കയറിയത്? ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ടാണോ അതോ ആൽബം ചെയ്തിട്ടാണോ? എങ്ങനെയാണ് താങ്കൾ ഈ രംഗത്തേക്ക് കടന്നു വന്നത്? ഇത് എന്തും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു ഫീൽഡിൽ എല്ലാ മേഖലയിലും കണക്ട് ആയിരിക്കും. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല, ആരാണെങ്കിലും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന നായകനാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ ആസിഫിക്കാണെങ്കിലും ജയസൂര്യനാണെങ്കിലും അപ്പൊ അവർക്ക് വന്നൊരു എഫേർട്ടും കാര്യങ്ങളുണ്ട്. കഠിനമായിട്ടുള്ള ദിവസത്തെ എഫേർട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ സിനിമ തുടങ്ങി സീരിയല്, ഷോർട്ട് ഫിലിം, ആൽബങ്ങള്, റീൽസ്, റിവ്യൂ, അങ്ങനെ എല്ലാ മേഖലയും ടച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് ഇടക്കിടക്ക് എന്തെങ്കിലും തമാശകളും വിവാദങ്ങളും വരുന്നത് ഓട്ടോമാറ്റിക്കലാണ്. അല്ലാണ്ട് കഴിഞ്ഞ ദിവസം സംഭവങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കേണ്ട വരുന്നതാണ്. നമ്മള് ഒരു മനുഷ്യനാണ്, അത് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടി തെളിവ് വേണം. ഒരു കാലത്ത് സന്തോഷ് പണ്ഡിറ്റ് തരംഗമായിരുന്നു, പിന്നീട് അത് കഴിഞ്ഞിട്ട് ആറാട്ടെന്ന തരംഗമായിരുന്നു. ഇപ്പോൾ ആരെ തരംഗം എന്ന് ചോദിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട, അത് സൂപ്പർ സ്റ്റാർ അലൻ ജോസിന്റെ തരംഗമാണ് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ, അതായത് നമ്മുടെ മഞ്ജു ചേച്ചിയും ദിലീപേട്ടനും പൃഥ്വിരാജും ഒക്കെ ഗസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു പ്രോഗ്രാമിൽ എന്താണ് സംഭവിച്ചത്? ആ സത്യാവസ്ഥ ഒന്ന് പറയൂ. ഞാനൊരു സാധാരണക്കാരനെ പോലെ, നമ്മൾ ഫെയിം ഉണ്ടെങ്കിൽ പോലും എനിക്ക് 25 ആണ് എന്റെ ഏജ്. അപ്പൊ ആ ഏജിന്റെ ഒരു എന്താ വെപ്രാളം അല്ലെങ്കിൽ ആവേശത്തില് നമ്മള് ആക്ടേഴ്സിനെ കാണാൻ എനിക്ക് എന്നെ സംഭവിച്ച ഒരു ദൈവതുല്യം ഒരു പോലത്തെ ആൾക്കാരാണ്, എപ്പോഴും കാണാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ദിലീപേട്ടനെ കണ്ടിരുന്നു, കൈ കൊടുത്തിരുന്നു. പിന്നെ ഷാജു ചേട്ടന്റെ ഫോട്ടോ എടുത്തിരുന്നു, ലിസിൻ ചേട്ടനെ കണ്ട് കൈ കൊടുത്തിരുന്നു. പക്ഷെ എന്തോ അവിടെ ഉള്ളിലേക്ക് എന്നെ ആനയിച്ച് ബൗൺസറിലെ പിള്ളേരും സിഫയിലെ പിള്ളേരും എന്നെ കയറ്റിയത്. ലിസിൻ സിഫിന്റെ തന്നെ ഒരു അക്കാഡമിയാണ് സിഫയിലെ പിള്ളേരാണ് ഉള്ളിലേക്ക് തന്നെ ഒരു ബാരിക്കേഡ് വെച്ച് അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ടായി, ആൾക്കാർ കയറാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ എന്നെ ഉള്ളിലേക്ക് കയറ്റി പുറത്താക്കലും ഒരുമിച്ചായിരുന്നു. അത് എന്താ പറയാ, അതൊരു വലിയൊരു മോശം പരിപാടിയാണ്. കാരണം അത് ബൗൺസേഴ്സിനെ തടയാനും കുറച്ച് ആൾക്കാർ സിനിമയുടെ പുറത്തുകാരും പോലീസുകാരുണ്ടായിട്ട് പോലും അങ്ങനെ ഉള്ള പരിപാടി വന്നത് മോശമായിരുന്നു. അടുത്ത എന്റെ ചോദ്യം ഡോക്ടർ പമ്പയോടാണ്. പമ്പ ഒരു ആയുർവേദ ഡോക്ടർ അല്ലേ? അലോപ്പതി ഡോക്ടറാണ്. അപ്പം പമ്പ കുറച്ചു നാളായിട്ട് വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? നെഗറ്റീവ് കമന്റ് അവിടെ ഫോട്ടോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് നെഗറ്റീവ് ഇടും. ഇവിടുന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി ആണെങ്കിൽ സഭ്യമായ ഭാഷയിൽ ഞാൻ മറുപടി കൊടുക്കാറ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റെസ്പോൺസ് നമ്മൾ ചെയ്യണം എന്നാണ് എന്റെ ഒരു രീതി. ഞാൻ നെഗറ്റീവ് കമന്റ്സിന് അങ്ങനെ ഇഗ്നോർ ചെയ്യുമായിരുന്നു മുൻപ്. പക്ഷെ ഇപ്പൊ ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഇഗ്നോർ ചെയ്യാറില്ല. പലരും പറയാറില്ല അലൻ ജോസിനോട് വീഡിയോ ചെയ്യില്ലെന്ന് പറഞ്ഞ് പിൻവലിക്കുക, അങ്ങനെ അനുഭവം ഉണ്ടോ? ഞാൻ ഒറ്റക്ക് തന്നെ പോവാറില്ല. പക്ഷെ പോത്തീസിൽ ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് കുറച്ച് ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ 2 ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് എന്നോട് പറഞ്ഞു, പമ്പയല്ലേ വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അലൻ ജോസിന്റെ കൂടെ എന്തിനാ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ മറുപടി പറഞ്ഞു, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ ലൈഫിൽ എന്താ ചെയ്യുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കംഫർട്ടാണ് എന്ന് തോന്നുന്ന, ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പ്രൊഫഷണലിസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്ലീൻ വർക്ക് തരുന്നവരുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വേർതിരിവ് കാണിക്കാറില്ല. ഈ ഇന്ന രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുള്ളൂ, അവരുടെ കൂടെ വർക്ക് ചെയ്യും, ഇവരുടെ കൂടെ വർക്ക് ചെയ്യും. ഇപ്പൊ ക്ലീൻ പ്രൊഫഷണൽ വർക്ക് ഞാൻ ചെയ്യും. പിന്നെ കഴിവും സ്കിൽസും ഒക്കെ പലർക്കും പലതാണ്. ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കുന്നവരെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അതാണ് പമ്പയിൽ കാണുന്ന ഞാനൊരു പോസിറ്റീവ് വശം എന്താന്ന് വെച്ചാൽ ഭയങ്കരമായ ഡെഡിക്കേഷൻ ആണ് പമ്പയ്ക്ക്. അത് തന്നെയാണ് ശ്രദ്ധ നേടാനുള്ള കാരണം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് അലന്യൂസിനോടാണ്. ഈ സൂപ്പർ സ്റ്റാർ പിന്നെ സന്തോഷ് പണ്ഡിറ്റ് ബോധപൂർവമാണ് ഈ കോമാളിത്തരം എടുത്തു വെച്ചിരിക്കുന്നത്, ശ്രദ്ധ പിടിച്ചു പറ്റാൻ. അതേ ഒരു സ്റ്റൈലാണോ താങ്കളും പിന്തുടരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാല് സിനിമകള് നിർമ്മിച്ചിട്ടില്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസത്തെ എഫോർട്ട് വേണം ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ. അതിന് മെനക്കെട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് അതില് റിസ്കി ഫാക്ടർ ഉണ്ട്, അതില് പോരായ്മകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ 30,000 രൂപ 40,000 വരെ ഒരു ചെലവാക്കിയിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നത്. ക്യാമറമാന് പൈസ, എത്ര പൈസ എന്ന് ഞാൻ പറയുന്ന ആളുടെ പേര് പറയണില്ല, പക്ഷെ ക്യാമറമാൻ, എഡിറ്റർ, പോസ്റ്റർ ഡിസൈനിങ്, മീഡിയ പബ്ലിസിറ്റി എല്ലാത്തിനും നമ്മൾ പൈസ ചെലവായിക്കൊണ്ടിരിക്കണേ. പിന്നെ കാർഡ് ചെലവ്, അതൊക്കെ ചെലവ്. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ ഒരു ഫീൽഡില് ഇപ്പൊ എല്ലാ മാസവും എനിക്ക് പറഞ്ഞിറക്കാൻ പറ്റാറില്ല. പക്ഷെ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഓരോ മാസം 2 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ ഓരോ വർക്കുകൾ നമ്മൾ പുറത്തിറക്കാറുണ്ട്. ഇപ്പൊ ഈ ഓണത്തിന് തന്നെ എന്റെ പുതിയ വർക്ക് ജീവനായിക പുറത്തിറങ്ങണേ. അപ്പൊ അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ. അടുത്തത് ഇനിയൊരു സന്തോഷ് പണ്ഡിറ്റില് നമുക്കൊരു അലന്യൂസ് പെരേരയില് നമുക്കൊരു സംവിധായകനെ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും 2027-28 വർഷങ്ങളില് എനിക്ക് ആയുസും ആരോഗ്യം തരികയാണെങ്കിൽ എന്തായാലും ഒരു സിനിമ, അത് ഞാൻ നായനാട്ട വെച്ചിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണന്, ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരിൽ ആരെങ്കിലും ഒരാളെ എനിക്ക് ഡേറ്റ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു 15 കോടി രൂപ ഒരു ദിവസം കാശം കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പടം ടേക്ക് ഓവർ ചെയ്യും. കാരണം അത് വന്നില്ലെങ്കിൽ ഞാൻ തലമുട്ടി അടിക്കാൻ തയ്യാറാവും. കാരണം ഞാൻ ഡയറക്ടർ മാത്രമല്ല, ഒരു ഡയറക്ടർ പുതിയ ഉണ്ടാവും, പക്ഷെ ഞാൻ നിർമ്മിക്കുന്നു, വേറെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ കണ്ടെത്തും. അപ്പൊ ആ ഒരു AJP പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പടം തിയേറ്ററിലേക്ക് നമ്മളത് എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം സെറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ ഹൗസും എന്താ പറയാ നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി അതുകൊണ്ട് 2028 പുറത്തിറക്കാനും രാജേട്ടനും ഷൈൻ ടോം ചാക്കോ ചേട്ടനും ഡേറ്റ് തരികയാണെങ്കിൽ എന്തായാലും അത് വർക്ക് നന്നായിട്ട് പോകും. എന്റെ കൂടെ ഇപ്പൊ എല്ലാ ഫ്രണ്ട് ലിസ്റ്റിലുള്ളത് ആപ്പാട് ആക്ടർക്കും റൈറ്റർ ബിബിൻ ജോർജ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും നമ്മളെ ഇപ്പൊ സ്പൂഫ് വീഡിയോയാണെങ്കിലും കമന്റ് അടിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സപ്പോർട്ടാണ്. കാരണം മലയാള സിനിമയിൽ അമ്മറപ്പുറം തോണിയാണെങ്കിലും പഴയ പോകുമ്പതി ആണെങ്കിലും കട്ടപ്പനാണെങ്കിലും എന്റെയൊക്കെ റൈറ്ററാണ്. അപ്പൊ അദ്ദേഹം ഇപ്പോ ഒരുപാട് പടത്തിൽ ഇപ്പോ ഹീറോ ആണ്. കൂടുതലൊക്കെ അത്യാവശ്യം ഉണ്ട്. അപൂർവപുത്രന്മാരെല്ലാം വിളിച്ചാൽ പോകാൻ പറ്റിയില്ല, അപ്പം ഗൾഫിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അദ്ദേഹത്തിനെ വെച്ചൊരു പടം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതിൽ ഞാനൊരു ചെറിയ ക്യാരക്ടറോട് ചെയ്തിട്ട് ഒരു പടം എന്തായാലും എത്തിക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ ദിവസം മായാമോഹിനിയുടെ ഒരു പെരേര വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയൂ. ജനങ്ങൾ അത് എങ്ങനെയാണ് ഏറ്റെടുത്തത്? അപ്പൊ ആ ഒരു ക്യാരക്ടറിൽ ഞാനിപ്പോ ജീവിക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിലെ റീല് കണ്ടപ്പോ തന്നെ ആൾക്കാർക്ക് പൊളിക്കും. അപ്പോ ആ ഒരു ക്യാരക്ടേഴ്സിന് മായാമോഹിനിയുടെ തേർഡ് പാർട്ടൊന്നല്ല, ആ ഒരു സീക്വൽ വെച്ചൊരു മൊഴിനീള സ്റ്റോറിയിൽ ഇടക്ക് വരുന്ന ഒരു നായിക സങ്കല്പം, നായികയാകുന്ന ഒരു സങ്കല്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഈ ബിബിന്റെ വിഷ്ണുവിന്റെ ആ ഷൈൻ്റെ പടത്തില് നമ്മള് ആ ഒരു സീക്വല് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഗെറ്റപ്പ് ചേഞ്ച് വരുത്തിയിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു സീക്വലിലേക്ക് എത്തുന്ന മുന്നേ നമ്മള് ഒരു സ്റ്റഡി ചെയ്യണമല്ലോ. മലയാള സിനിമയിൽ തന്നെ ലാലേട്ടൻ മമ്മൂക്ക കഴിഞ്ഞാൽ ആരാണ് ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനാണ്. അപ്പോ ആ ഒരു ഇതില് ദിലീപേട്ടനെ കൊണ്ടാണ് മായാമോഹിനിയായിട്ട് ചെയ്യാൻ പറ്റിയത്. പെൺവേഷം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമന്റ് പറയുന്നത്, ഒരുപാട് പേര് പെണ്ണിന് ലുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുമ്പോ മേക്കപ്പ് ഇടുന്നത് നമ്മുടെ നിമയാണ്. അപ്പൊ ആ ഒരു മേക്കപ്പിന്റെ ആ ഒരു എഫോർട്ട് അതിലുണ്ടാവും. ഇപ്പൊ പമ്പയും പെരേരയും കൂടെ ഒരുപാട് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അപ്പൊ പമ്പയോടാണ് എന്റെ ക്വസ്റ്റ്യൻ, ഇതിന്റെ ത്രെഡ് ഒക്കെ എവിടെന്നാ കിട്ടുന്നത്? പമ്പ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇത് ത്രെഡും ഹെഡും എല്ലാം ഞാൻ മാത്രമല്ല, ഞാൻ തന്നെ എല്ലാം എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ എന്റെ കൂടെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ആശുണ്ട്, പമ്പയുടെ കണ്ടന്റുകളാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് പക്ഷെ ഞാൻ അതിൽ എന്റെ ഇൻപുട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ സഹായിക്കാറുണ്ട്. പമ്പ ബേസിക്കലി ബാംഗ്ലൂരാണ് സെറ്റിൽ. ഞാൻ ബാംഗ്ലൂർ സെറ്റിലാണ്. ആ ഡാൻസ് ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പമ്പയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോളൂ. എങ്ങനെ എക്സ്പീരിയൻസ്?
എല്ലാം പറഞ്ഞു പക്ഷേ എങ്കിൽ എന്ന് പറയരുത്. Age is a number, but the profession is an acting. എന്ന് പറഞ്ഞാൽ പ്രായം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ട് ചില ആൾക്കാർ എന്നാലും എന്തെങ്കിലും ഏജ് ഉണ്ടാവില്ല. അപ്പോ എന്നെ സംഭവിച്ച് വർക്കിന് വരുമ്പോൾ ആ ഒരു ഏജ് മറന്ന് ആ വർക്കിലേക്ക് ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോ ഞാൻ പേഴ്സണലി ഫസ്റ്റ് ക്യാമറ മുന്നിൽ പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖല അല്ലാണ്ട് സീരിയൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ദിലീപ് ഏട്ടന്റെ ഒപ്പം കട്ടയ്ക്ക് പെർഫോം ചെയ്ത ആക്ട്രസ് ആണ് അർച്ചന കവി. അപ്പൊ ഇതിൽ ഞാൻ പറയാൻ വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റാണി രാജ എന്ന് പറഞ്ഞ സീരിയലിൽ അർച്ചന കവിക്കൊപ്പം ഡെലിവറി ബോയ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത ചെറിയ ഡയലോഗ് ആണെങ്കിൽ പോലും ചെറിയ 2 വാക്കുകളാണെങ്കിൽ പോലും. അപ്പൊ അതില് പുള്ളിക്കാർത്തി നമ്മളൊക്കെ കണ്ട പണ്ട് ഫേമസ് ഇല്ലാത്ത സമയത്താണ് ആ ഒരു ഡയലോഗ് സംഭവം ചെയ്തത്. എന്നിട്ട് ആ ഒരു സീക്വൻസ് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം യുവർ ആക്ടർ എന്ന് പറഞ്ഞു. പിന്നെ അതില് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ സീരിയൽ കിട്ടിയില്ല, അല്ലെങ്കിൽ സിനിമകൾ കുറവാണ്, അതുകൊണ്ട് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ റീല് ചെയ്യുമ്പോഴും കൂടുതലും ദിലീപേട്ടന്റെ സീനുകൾ എടുത്താണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ആ പുള്ളിയോടുള്ള അമിതമായ ആരാധന കൊണ്ടാണ്. ആരാധനല്ലേ ചെയ്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ദിലീപ് എന്ന നടനെ നമുക്ക് പെട്ടെന്ന് ടേക്കോ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് പഠിച്ച് ചെയ്യാൻ പറ്റും. ലാലേട്ടനെ മമ്മൂക്കയുടെ കഥാപാത്രങ്ങൾ പെട്ടെന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. പ്രമേഹം ഭയങ്കര ഹിറ്റാവുന്ന റീമേക്ക്, പക്ഷെ റീമേക്ക് തന്നെ നമ്മൾ ചെയ്ത റീക്രിയേഷൻ. അപ്പോ മറ്റു നടന്മാരെക്കാരും ദിലീപേട്ടനെ പെട്ടെന്ന് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മമ്മൂക്ക എന്ന നടനെ നമുക്ക് ചെയ്യാൻ പറ്റും രാജമണിക്കാണെങ്കിലും ബ്രഹ്മയുഗയാണെങ്കിലും മായാവിയാണെങ്കിലും ചെയ്തപ്പോ അത്യാവശ്യം സമയമെടുത്തു. അതുകൊണ്ട് എന്തായാലും ഓരോ ആർട്ടിസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാജുവേട്ടന്റെ പുതിയ മോൻ ചെയ്തപ്പോ അത്യാവശ്യം ആൾക്കാരെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ എല്ലാം നമുക്ക് കഴിവിന്റെ പരമാവധി അത് എഫോർട്ട് എടുത്ത് ചെയ്യുകയാണ്. ഇഷ്ടപ്പെടാണ്ടിരിക്കുക ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മള് മുന്നോട്ട് ഒരുപാട് നമ്മളാണ് സ്പൂഫും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഓണത്തിന് തന്നെ നമ്മളിപ്പോ സ്പൂഫ് വീഡിയോ ചെയ്യാൻ പോകുന്ന ശൃംഗാരവേലൻ, നാടോടി മന്നൻ, പിന്നെ സീനിയേഴ്സ്, ലോലിപോപ്പ്, ചോക്ലേറ്റ്, അങ്ങനെ 5 പടങ്ങളുടെ സ്പൂഫ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചിലതിൽ ലേഡീസ് കണ്ടന്റ് ഉണ്ടാവും, ചിലതിൽ ബോയ്സ് കണ്ടന്റ് ഉണ്ടാവും. അത് നമ്മുടെ ആ ഒരു സിനിമാറ്റിക് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അത് ആവിഷ്കരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് തുടങ്ങിയ ഒരു അവസരമല്ലേ? അപ്പം പമ്പയും പെരേരയും ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്കൊരു ചാൻസ് ഉണ്ടോ? വിളിച്ചാൽ പോകില്ല. അതെന്താണ് ബിഗ് ബോസിനെ നിങ്ങളൊക്കെ വെറുക്കുന്നത്? ബിഗ് ബോസ് എന്നെ നേരത്തെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് അന്ന് 7th സീസണിൽ വിളിച്ചതുകൊണ്ട് ഇനിയിപ്പോ ഒരു സീസണിൽ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു പെർ ഡേ ഒരു 3-4 ലക്ഷം രൂപ തരട്ടെ, 3 to 4 lakhs തരട്ടെ, എഗ്രിമെന്റ് ചെയ്യട്ടെ തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പോകും. അല്ലാണ്ട് നമ്മളിപ്പോ കല്യാണപ്രോടുകൾക്ക് പോകുന്ന ചെറിയ 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ 30,000 രൂപ ആ പേയ്മെന്റ് കുറച്ച് കാണുന്നതല്ല. പക്ഷെ ഇപ്പൊ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വിഷമമുണ്ടല്ലോ. അത് എനിക്കുണ്ട്. കാരണം ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ വിളിച്ചിട്ട് ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരു വേദി ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമമുണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട്. പക്ഷെ എന്തുകൊണ്ടേ, പക്ഷെ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം വിളിച്ചതിൽ പോലും പിന്നെ വേറൊരു ഏഷ്യാനെറ്റിന്റെ അവാർഡ് ഷോയിൽ പോലും പെരേരയെ വിളിച്ചു. ഇപ്പൊ കൊണ്ടുപോയത് എന്റെ അത് പേഴ്സണലി പറഞ്ഞല്ല, അഭിലാഷ് ആട്ടയാണ് കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹത്തിന്റെ സീക്വല് എടുക്കാൻ പറ്റില്ല എന്ന് അവിടെ നിന്ന് ഇൻഫർമേഷൻ വന്നു. എന്താ പറയാ, ടിവിയിലെ പരസ്യ ചിത്രത്തില് അഭിലാഷ് അഭിനയിച്ചു. പക്ഷെ ടിവിയിലെ അവാർഡ് നിശ്ചയില് പുള്ളിയുടെ സീൻ കയറ്റിയില്ല, അഭിനയിപ്പിക്കാനായിട്ട് സ്റ്റേജിൽ വിളിച്ചില്ല, പുള്ളിയെ ഓഡിയൻസ് ആക്കി ഇരുത്തി. അതിലൊക്കെ നമുക്ക് സംഭവമുണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് വോയിസ് അതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാധീനം കുറവായിപ്പോ. അപ്പൊ നമ്മളെ വിളിക്കുമ്പോ നമ്മൾ പോയി ചെയ്യുക. അവിടെ കറക്റ്റായിട്ട് ഞാൻ പറയില്ല 5,000 രൂപ കിട്ടി. ഏഷ്യാനെറ്റ് ഷോയ്ക്ക് പോയപ്പോ 5,000 രൂപ പ്രതിഫലം കിട്ടി. അപ്പൊ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരെ വിളിക്കാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാനല്ലേ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാണ്ട് ഈ കുറെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ അവർ വിളിക്കണം, എന്നെ വിളിക്കണം. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും TV ചാനലിൽ റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ല. പക്ഷെ നമ്മള് പല ഓഡീഷന് പലതും ഇപ്പോഴും പോകുന്നുണ്ട്, പല വിളിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ ഏഷ്യാനെറ്റ് ഫോർവേഡ് എത്താൻ പറ്റും.